കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങല ഇന്നാണ്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ രാജ്ഭവൻ വരെയാണ് ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങല തീർക്കുന്നത്. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. തിരുവനന്തപുരത്ത് നിന്ന് ഹരി മോഹൻ വിവരങ്ങൾ നൽകും. ഹരി, വെരി ഗുഡ് മോർണിംഗ്. ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ഈ മനുഷ്യച്ചങ്ങലയുമായി ബന്ധപ്പെട്ട പ്രചാരണ പരിപാടികൾ ഡിവൈഎഫ്ഐ ആരംഭിച്ചിരുന്നു. അതുമാത്രമല്ല, ബംഗാളിലെ ബ്രിഗേഡ് റാലിക്ക് ശേഷം യുവാക്കളുടെ ഏറ്റവും വലിയ ഐതിഹാസിക സമരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് എന്ന പ്രഖ്യാപനമൊക്കെ ഇതിനോടകം തന്നെ നേതാക്കൾ നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ പരിപാടി എപ്പോൾ തുടങ്ങും? എന്തെല്ലാം ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്? രേഷ്മ, ഗുഡ് മോർണിംഗ്. രേഷ്മ പറഞ്ഞതുപോലെ തന്നെ ഡിവൈഎഫ്ഐ അവകാശപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബംഗാളിൽ ഈ അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ ബ്രിഗേഡ് റാലിക്ക് സമാനമായ അല്ലെങ്കിൽ ബ്രിഗേഡ് റാലിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ ഐതിഹാസിക സമരമായിരിക്കും. അതും ഇന്ത്യൻ യുവതയുടെ ഏറ്റവും വലിയ ഐതിഹാസിക സമരമായിരിക്കും ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങല കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഡിവൈഎഫ്ഐ അവകാശപ്പെടുന്ന ഒരു കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് രാജ്ഭവന്റെ മുൻപിലാണ്. ഇവിടം വരെ ഉണ്ടാകില്ലെങ്കിൽ പോലും പോലീസിന്റെ നിയന്ത്രണമുള്ള ഇതിന് തൊട്ട് മുൻപുള്ള ഒരു സ്ഥലം വരെ ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങല ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് 20 ലക്ഷത്തോളം പേർ പങ്കെടുക്കും എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഇതിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമായി 1 ലക്ഷം പേർ പങ്കെടുക്കുമെന്ന് ഇന്നലെ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഷിജു ഖാൻ അറിയിച്ചിരുന്നു. ഈ 20 ലക്ഷം പേർ എന്ന് പറയുമ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ആദ്യ കണ്ണിയും അവസാന കണ്ണിയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ആദ്യ കണ്ണി എന്ന് പറയുന്നത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് മുൻപിൽ വെച്ച് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീമാണ് ആദ്യ കണ്ണിയാവുക എന്നുള്ളതാണ്. അവസാനത്തെ കണ്ണിയാവുക ഡിവൈഎഫ്ഐയുടെ ഏറ്റവും ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ടുള്ള EP ജയരാജനാണ്. അദ്ദേഹം രാജ്ഭവന് മുൻപിൽ അവസാനത്തെ കണ്ണിയാകും. മാത്രമല്ല, ഈ മനുഷ്യച്ചങ്ങല നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ പൊതുപരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിക്കും. അവിടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ സംസാരിക്കുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും കേന്ദ്ര അവഗണന ആണ് ഇതിന്റെ വിഷയം എന്നുള്ളതാണ്. ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇന്ന് മനുഷ്യച്ചങ്ങല തീർക്കുന്നത്. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഡിവൈഎഫ്ഐ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, റെയിൽവേ യാത്രാ ദുരിതം. മറ്റൊന്ന്, കേന്ദ്രത്തിന്റെ നിയമന നിരോധനം. സംസ്ഥാനത്തിനെതിരെയുള്ള സാമ്പത്തിക ഉപരോധം. എന്നിവയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ട് ഡിവൈഎഫ്ഐ ഇന്ന് കേന്ദ്രത്തിനെതിരായ സമരത്തിന്റെ അടുത്ത പോർമുഖം തുറക്കുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടിയായിരിക്കും ട്രയൽ മനുഷ്യച്ചങ്ങല ആരംഭിക്കുക. 4 മണിക്ക് ശേഷം ട്രയലായി ഇത് നടക്കും. അതിനുശേഷം 5 മണിക്കാണ് യഥാർത്ഥത്തിൽ മനുഷ്യച്ചങ്ങല സൃഷ്ടിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും, അതായത് അധ്യാപകരും വിദ്യാർത്ഥികളും സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള ആളുകളും ഡിവൈഎഫ്ഐ പ്രവർത്തകരും അടക്കം നിരവധി ആളുകൾ ഇതിൽ പങ്കെടുക്കും എന്നുള്ളത് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഡിവൈഎഫ്ഐ അവകാശപ്പെടുന്നതും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ രാജ്ഭവന് മുൻപിൽ ഏറ്റവും ഒടുവിൽ ഇത് അവസാനിക്കുന്ന സമയത്ത്, അതായത് മനുഷ്യച്ചങ്ങലയുടെ അവസാന കണ്ണിയായി EP ജയരാജൻ അവസാനിക്കുന്ന സമയത്ത് ഇവിടെ പൊതുപരിപാടി നടക്കും. അത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനായിരിക്കും ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുക. ഒപ്പം തന്നെ വിവിധ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള കലാമേഖലയിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കും ഇവിടെ പൊതുപരിപാടിയിൽ എന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിനെതിരെയുള്ള CPMന്റെ സമരങ്ങൾ എല്ലാ രീതിയിലും മുന്നോട്ട് കൊണ്ടുപോവുക, അതിന്റെ തുടർച്ച ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ മനുഷ്യച്ചങ്ങല കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് നേരത്തെ തന്നെ CPM എല്ലാ രീതിയിലും കേന്ദ്രത്തിനെതിരെ സമരം പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ ഒരു പടി എന്നോണമാണ് നേരത്തെ ഡൽഹി സമരം പ്രഖ്യാപിച്ചത്. അതായത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹി സമരം, MPമാരുടെ നേതൃത്വത്തിൽ ഡൽഹി സമരം പ്രഖ്യാപിച്ചു. അതിനുശേഷം SFIയുടെ നേതൃത്വത്തിൽ ഗവർണർക്കെതിരെ, അതായത് കേന്ദ്രത്തിന്റെ അജ്ഞാനുവർത്തിയായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ആരോപിക്കപ്പെടുന്ന ഗവർണർക്കെതിരെ ഒരു സമരം പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങല തീർക്കുന്നു. ഇങ്ങനെ CPM തങ്ങളുടെ വർഗ ബഹുജന സംഘടനകളെ എല്ലാം തന്നെ അണിനിരത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ കേന്ദ്രത്തിനെതിരെ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മനുഷ്യച്ചങ്ങല വൻ വിജയമാകും എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐയും CPMഉം ഒക്കെ പ്രതീക്ഷിക്കുന്നത്. വൈകുന്നേരം 5 മണിക്ക് അതിന്റെ നേരിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. രേഷ്മ, ശരി, ഹരി പറഞ്ഞതുപോലെ വൈകുന്നേരം ആ കാഴ്ചകൾ കാണാൻ കഴിയും. 20 ലക്ഷം പേരെ അണിനിരത്തുമെന്നാണ് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വലിയൊരു കേന്ദ്രത്തിനെതിരെയുള്ള വലിയൊരു പ്രക്ഷോഭമാക്കി മാറ്റുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചൊരു തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു സംഘടനാ സംവിധാനങ്ങൾ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കുന്നതിനും ഇത് കാരണമാകുമെന്ന് CPM വിലയിരുത്തുന്നുണ്ട്.
വൈകിട്ടാണ് 20 ലക്ഷം പേരെ അണിനിരത്തിക്കൊണ്ടുള്ള മനുഷ്യച്ചങ്ങല ഡിവൈഎഫ്ഐ തീർക്കുക.